ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ഇതാ ഇണയുണ്ട്, അതേപോലെ തന്നെ പരാതിയുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആരാണ് ഇത്ര വല്ലതും മൂലം ഞാൻ ഇന്നലെ കുറച്ച് എന്താ പറയുക കുറേ പണിയുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സമയം ഉണ്ടായില്ല. പിന്നെ ഒന്നാന്ന് വെച്ചാല് മുപ്പി അവരെല്ലാം എന്തെല്ലോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ണൂർ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ആയിരുന്നു. കുറേ പണി ഉണ്ടായിരുന്നു. ഇവിടെ രാവിലെ മുതൽ പോയിട്ട് വൈകുന്നേരം വരെ ഓരോരോ സംഭവങ്ങൾ ചെയ്തെടുക്കാണ്ടായിരുന്നു. സംഭവങ്ങളെല്ലാം എന്തെല്ലാം ഞാൻ പിന്നീട് നിങ്ങളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യും. ഇനി അങ്ങോട്ട് കുറച്ച് ബിസി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ ഗൾഫിലൊക്കെ വാർത്തയെല്ലാം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറും കാര്യങ്ങളെല്ലാം. ഒരുപാട് ആൾക്കാർ, സഹോദരങ്ങളും എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മൾ ഗൾഫിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ്. നമ്മളെ കേരളത്തിലെന്നല്ല, ഒക്കെ മിക്ക ആൾക്കാരും നമ്മൾ ഗൾഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെയും കൂടി പ്രശ്നമാണ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാവും. അതുപോലെ തന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ഗൾഫിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നടക്കുമ്പോൾ നാട്ടിലാണ് അതിൻ്റെ കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും. എന്ത് തന്നെയായാലും ഇപ്പോൾ എന്താ പറയുക, അവിടെ വിളിച്ചു നോക്കുമ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഇല്ല സംഭവമൊന്നുമില്ല എന്നാണ് പറയാൻ പറ്റിയത്. പക്ഷെ ഇവിടെ വരുന്ന ന്യൂസ് ആണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഭയങ്കര സംഭവമാക്കിയിട്ടാണ് ന്യൂസ് റിപ്പോർട്ടൊക്കെ വരുന്നത്. അവിടെ ഇവിടെ ഉള്ളവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പോൾ അത് വിട്. അപ്പോൾ നമ്മളെ അവരെല്ലാ പ്രശ്നവും തീരട്ടെ, യുദ്ധങ്ങളൊക്കെ തീരട്ടെ, എല്ലാവർക്കും സമാധാനം നൽകട്ടെ, നല്ല ആരോഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പം എന്താക്കുന്ന എന്താണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നല്ല ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു സാധനമാണ് കേട്ടോ, കുരുത്തക്കടിന്റെ അങ്ങേറ്റം. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? എന്ത്? ഞാൻ പറയാം. നോമ്പ് എത്ര എടുത്തിന്? 5. എത്ര നോമ്പായത്? 4 ടോട്ടല്? നോമ്പ് 4 ആയിട്ടുള്ളൂ. നീ 5 നോമ്പ് എടുത്ത്? എങ്ങനെ എടുത്ത നീ നോമ്പ്? എങ്ങനെ എടുത്ത? കൊടുത്തട്ടാ? പിന്നെ എന്തെല്ലാം ഇപ്പൊ തിന്നത്? ബത്തക്കയോ? പിന്നെ കഞ്ഞി കുടിച്ചിനി ഇപ്പൊ? അപ്പൊ നോമ്പുണ്ട്, ഉച്ചക്ക് കഞ്ഞി കുടിച്ചിനി. അപ്പൊ എല്ലാരോടും എനിക്കെന്നാ പറയാനുള്ള നോമ്പ് നോക്കാൻ വേണ്ടിട്ടാ? എല്ലാരോടും പറയും, എല്ലാരോടും നോമ്പ് നോക്കാൻ വേണ്ടി പറയും. ഇങ്ങോട്ട് നോമ്പ് പോറ്റിട്ട് രാവിലെ 10 തിന്നണല്ലേ? വെരി ഗുഡ്. നോമ്പ് പോറ്റിട്ട് അങ്ങനെ കൽപ്പിച്ചു. നോമ്പ് പോറ്റിട്ട് രാവിലെ എല്ലാവരും ഫുഡ് കഴിക്കാതാണ് ഓളെ കൺസെപ്റ്റ്. പിന്നെ മാഷാ അല്ലാഹ്. സിംഗോ എസ്സക്ക് ഇന്ന് നോമ്പുണ്ടാ? ഇന്ന് നോമ്പുണ്ട്. പിന്നെ എസ് എത്ര നോമ്പെടുത്ത്? എത്ര? 3 ഇങ്ങനെ ആക്കി 2 നോമ്പെടുത്ത്. മാഷാ അല്ലാഹ്. ഇപ്പൊ എന്താ തിന്നത്? ഒന്നുമില്ല. ഇവിടെ നോമ്പെടുത്തിട്ടുണ്ടല്ല, മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ ഫുഡിന്റെ വീഡിയോ ഫുള്ള് മറ്റേ ഐസ്ക്രീമും ഷവർമയും ഷവായിൻ്റെ എല്ലാം വീഡിയോ ഇങ്ങനെ കാണുന്ന ഒരാൾ. മാഷാ അല്ലാഹ്. 2ാമത്തെ നോമ്പെടുത്ത് ഭയങ്കര ക്ഷീണുണ്ട് എനിക്ക്. ക്ഷീണുണ്ടോ? രാവിലെ അത്താഴത്തിനെന്താ തന്നെ? ഷവർമയാ? നിസ്കരിച്ചാ? എത്ര കാലത്ത്? 4 റക്അത്താ? ഏതാ നിസ്കരിച്ചേ? നിസ്കരിച്ചു നീ? ഏത് വാങ്ങിയാ? കണ്ടാ, ഇവർക്ക് നോമ്പ് പോയിട്ടോ അങ്ങനത്തെ കാര്യത്തിലാണ് കൂടുതൽ താല്പര്യം. വാങ്ങാത്തെ ആയിക്കോട്ടെ. നല്ല മോളാണ് കേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉറങ്ങുമ്പോ നല്ല വൃത്തി കറങ്ങാണ്ട് ഉറങ്ങല്ല. പിന്നെ നിങ്ങളിന്ന് പോകുന്നുണ്ടാ? വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് നിങ്ങളിന്ന്? സിറ്റിയിലാ? സിറ്റിയിൽ എന്തിനാ പോകുന്നത്? വാപ്പ വിളിച്ചിനാ? അവിടെ യുദ്ധല്ലേ? ഇത് പറഞ്ഞോ?
ഇതണ്ട എന്റെ മേത്ത് അടുത്ത ഫുള്ള് പൊടിയാക്കിയിട്ട് ഇനക്ക് വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ ഇപ്പോൾ കണ്ടുപിടിച്ചു വിശക്കുന്നു അവസ്ഥ കുട്ടിൻ്റെ ഒരു കാര്യം. ഒരാളിതാ അമ്മാച്ചി നിസ്കരിപ്പിക്കുന്നു. നിസ്കരിപ്പിച്ചാട്ടെ നിസ്കരിപ്പിക്കേ. തറാവിയാ ലൂറ ഏതാ നിസ്കരിക്കുന്നത്? തറാവിയാ നിസ്കരിക്കറാ. വേറെ അന്യനാ നിന്റെ പേര് അന്യനാ മുടിയെല്ലാം ഇങ്ങനെ അന്യത്തി. ഹായ് ഹലോ ഹായ് ഹായ് പറഞ്ഞ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ. ഇതെല്ലാം ആയിട്ടുള്ളൂ കേട്ടാ. കുട്ടിക്ക് മാലയായി ഇതെല്ലാം പറ്റില്ല ആരാ ഇതെല്ലാം ആയിപ്പില്ല അതായിട്ടുള്ളൂ. ഇങ്ങോട്ടാ എന്താ പേരുള്ള ഏതാ പിള്ള ഒരു അരക്കിലോ അയിലോട്ടെ ഒരു അരക്കിലോ അയില വേണ്ട. ആ അയിലെല്ലാം വരുതാ. അയിലക്ക് എത്ര പൈസ? 4 റുപ്യ. പൈസ കൂടുതലാ നിങ്ങളെടുത്ത്. മുട്ടക്ക് പൈസ കുറവാണല്ലോ. ഏതാന്ന് നോമ്പോറ്റോട്ട് ഭയങ്കര ക്ഷീണം പോയി. ജീവിതത്തിൽ 2ാമത്തെ നോമ്പാ നെസ് നോക്കാൻ പോകുന്നത് കേട്ടോ. നല്ല രസമാണ്. 11 നോമ്പായി എനിക്ക് 2 നോമ്പ്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് നോക്കാം. ഉപ്പിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന കടിയുടെ സ്പെഷ്യൽ. ഉപ്പേ പറഞ്ഞ ഇതെന്താ സാധനം? ഇതാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതെന്താണ് ഉപ്പേ? ഉപ്പേ ഈ സാധനത്തിന്റെ പേരെന്താ? എന്താണ്? ക്രിസ്പി ചീസി ചിക്കൻ ബോൾസ്. ക്രിസ്പി ചീസി ചിക്കൻ ബോൾസ്. നമ്മൾ ഇതിന് പറയും മലയാളത്തിൽ കൈട എന്ന് പറയും. അതായത് ചിക്കൻ കൈട എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുക ക്രിസ്പി ചീസി ചിക്കൻ ബോൾസ്. ഒരാൾക്ക് നോമ്പാണ്. നോമ്പുകാരിയാണ് നീ നോമ്പുകാരിയാ? അല്ല ഫുഡ് കാര്യാ? നീ ഇപ്പൊ ഇതെല്ലാം കാണും. നേരത്തെ ഫുഡ് കാണണം. മുകളില് കണ്ട ചിക്കൻ കബാബെല്ലാം കാണും. ഇതാ ഗൈസ് നമ്മള് ഫലാബി തിന്നലാണ്. ഇതാ ഓള് നല്ല ഗ്യാപ്പ് നോക്കിട്ട് ഓരോ കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഫലാബിന്റെ. ഫലാബി വേഗം തിന്നുമോളാ. ഞാനിങ്ങനെ നുള്ളി കളിക്കുന്നേ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അജുമ്മലുണ്ട്. 5-10 പ്രാവശ്യം രാവിലെ വെച്ചിട്ട് നോമ്പ് കുറച്ച് 10-15 പ്രാവശ്യം നോമ്പ് കുറച്ചിരുന്നു. ഇതൊക്കെ വേറെ തന്നെ പറഞ്ഞുണ്ടാക്കിയ സാധനം കേട്ടോ. എന്താ സാധനം? ബൂസ്റ്റ് ബൂസ്റ്റ് ഷേക്ക്. ഇത് കൊളാക്കിട്ട മൊത്തം. അപ്പൊ ഞാൻ ഉമ്മായിട്ട് വന്നിട്ടില്ലേ നമ്മളെ. അപ്പൊ ഇൻഷാല്ലാ എല്ലാം ശരിയാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ നാളെ കാണാം.